ഇപ്പോൾ 2023-2024 ഫൈനാൻഷ്യൽ ഇയറിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണ്. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, നമ്മൾ അടച്ചിരിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സിനേക്കാളും കൂടുതൽ ഫൈനലായിട്ട് നമ്മുടെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. 2023-2024 ഫൈനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ 31 ജൂലൈക്ക് മുന്നേ ഫയൽ ചെയ്യണം. നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫൈനലായിട്ടുള്ള ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും കൂടുതലായിട്ടുള്ള ടാക്സ്, അതായത് നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷനേക്കാളും കൂടുതലായിട്ടുള്ള ടാക്സ് പലപ്പോഴും കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഇൻകത്തിന് അഡ്വാൻസ് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഇങ്ങനെ അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് എങ്ങനെയാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫയലിംഗ് പോർട്ടൽ മുഖാന്തരം എങ്ങനെയാണ് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലെ 28 ബാങ്കുകളെ ഇതിനു വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക്, സിറ്റി യൂണിയൻ ബാങ്ക്, DCB ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, IDBI ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇൻഡസിൻ ബാങ്ക്, ബാങ്ക് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, കർണാടക ബാങ്ക്, കരൂർ വൈശ്യ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ബാങ്ക് ഓഫ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക് ആൻഡ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓൺലൈനായിട്ട് ഈ ടാക്സ് പേയ്മെൻറ്റ് നടത്താം. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റായ incometax.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് വെബ്സൈറ്റിൻ്റെ റൈറ്റ് സൈഡിൽ പേ ടാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യാനും നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കാനായിട്ടുള്ള കോഡ് 100 ആണ്, സെൽഫ് അസസ്മെൻറ്റ് ടാക്സ്. ഇത് സെലക്ട് ചെയ്താൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ബാങ്കിങ് മുഖാന്തരം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് നടത്തുവാനും പറ്റും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ. കറക്റ്റായിട്ടുള്ള ITR ഫോം ITR 1 ITR 2 സെലക്ട് ചെയ്യുക. ഫോം 26AS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോം 26AS അതേപോലെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിലെ ഇൻഫർമേഷൻസ് കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്ത് എൻഷുർ ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻകവും, അതായത് സാലറി, റെൻ്റൽ ഇൻകം, ബാങ്കുകളിൽ നിന്ന്, പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന്, NBFCകളിൽ നിന്ന്, NCDകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ്, ചിട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ലാഭം, കമ്പനികളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഡിവിഡൻഡ്, കമ്പനികളുടെ ഷെയറും മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളും വിറ്റ് ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഫോം 26ASൽ നിന്ന് നിങ്ങളുടെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് കറക്റ്റാണെന്ന് എൻഷുർ ചെയ്യുക. ATC, ATD, ATE, ATG മുതലായ സെക്ഷനുകളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് അവൈൽ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ടാക്സ് ഫ്രീ, അതായത് എക്സംപ്റ്റഡ് ഇൻകമായ അഗ്രികൾച്ചറൽ ഇൻകം, PF, സുകന്യ സമൃദ്ധി എന്നീ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, നിങ്ങൾ NRIs ആണെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം, ഈ കാര്യങ്ങൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ബാലൻസ് ടാക്സ് പേയബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇതേപോലെയുള്ള ക്യാപിറ്റൽ അസറ്റ് വിറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരുന്ന 8 വർഷത്തേന് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും ക്യാരി ഫോർവേഡ് ലോസ് ഉണ്ടെങ്കിൽ അത് ഈ വർഷത്തെ ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നിങ്ങളുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത അക്നോളജ്മെൻറ്റ് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക.